പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങളും ലേഖനങ്ങളും പാടില്ല എന്ന ഹൈക്കമാൻഡ് ഉത്തരവിനെ മറികടന്നുകൊണ്ട് വീണ്ടും ഒരു മോദി സ്തുതി അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ സ്തുതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി ആയ ശശി തരൂർ. ശശി തരൂർ ഇംഗ്ലീഷ് മാസികയായ ദ വീക്കിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കോവിഡ് കാലത്തെ വാക്സിൻ പദ്ധതിയെ അതിഭീകരമായ നിലയിൽ ശശി തരൂർ പുകഴ്ത്തുന്നത്. ശശി തരൂരിന്റെ ആ ലേഖനമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ ലേഖനത്തിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ആരംഭിക്കുന്നതാണ് ശശി തരൂരിന്റെ മോദി സ്തുതി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്തുതി. അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്: ഇന്ത്യസ് vaccine diplomacy during the COVID pandemic stands out from amid the horrors of that time as a powerful example of international leadership rooted in responsibility and solidarity. ഉത്തരവാദിത്വത്തിലും ഐക്യദാർഢ്യത്തിലും ഊന്നുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അല്ലെങ്കിൽ ശക്തമായ ഒരു ഉദാഹരണമായിരുന്നു ഇന്ത്യയുടെ വാക്സിൻ നയതന്ത്രമെന്ന് ശശി തരൂർ പറഞ്ഞു തുടങ്ങുന്നു. അതിനുശേഷം ശശി തരൂർ പറയുന്നു: ബൈ ഡെലിവറിംഗ് മെയ്ഡ് ഇൻ ഇന്ത്യ വാക്സിൻസ് ടു ഓവർ 100 nations, India demonstrated its capacity to extend a helping hand when it mattered the most. 100 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നിർമ്മിത വാക്സിൻ കയറ്റി അയച്ചതിലൂടെ ഇന്ത്യ അവശ്യഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി പ്രദർശിപ്പിച്ചു എന്നുകൂടി തരൂർ പറയുന്നുണ്ട്. അതിനുശേഷം മൂന്നാമത്തെ പാരഗ്രാഫിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വാക്സിൻ മൈത്രി പദ്ധതിയെ 2021 ജനുവരിയിൽ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതിയെ വളരെ വലിയ രീതിയിൽ ശശി തരൂർ പുകഴ്ത്തുന്നുണ്ട്. അതിനുശേഷം ശശി തരൂർ നാലാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ഇത്തിരി തമാശ കൂടി നിറഞ്ഞതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. The government was careful to couch its initiative as rooted in the philosophy of Vasudeva Kudumbakam, emphasizing global solidarity. അതായത് നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ വാക്സിൻ നയം വസുദേവ കുടുംബകം എന്ന, ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്ന ഹിന്ദു തത്വശാസ്ത്രത്തിൽ അടിസ്ഥിതമായാണ് രൂപപ്പെടുത്തിയതെന്ന് കൂടി തരൂർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ എല്ലാവരെയും ഒരൊറ്റ മനുഷ്യരായി കാണാൻ കഴിയാത്ത ഒരു സർക്കാരിനെ കുറിച്ചാണ് പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ എം പി ആയ ശശി തരൂർ ഇത്ര വലിയ പുകഴ്ത്തൽ ഒരു ഉപാധികളുമില്ലാതെ നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തരൂർ ഇങ്ങനെ കോവിഡ് കാലത്തെ ഇന്ത്യൻ സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ വാക്സിൻ നയത്തേക്ക് പ്രകീർത്തിക്കുമ്പോൾ അദ്ദേഹം ഈ ലേഖനത്തിന്റെ ഒരു ഘട്ടത്തിലും പറയാതെ പോകുന്ന ചില വസ്തുതകളുണ്ട് കോവിഡ് കാലത്തെ കുറിച്ച്. അത് കോവിഡ് കാലത്തെ ഇന്ത്യയിലെ മരണനിരക്കിനെ കുറിച്ച് അദ്ദേഹം തന്നെ ഭാഗമായിരുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ ആരോഗ്യ സംഘടനയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഒരു കണക്കാണ്. ഇന്ത്യയിൽ കോവിഡ് കാലത്ത് സംഭവിച്ച മരണം അത് വെറും 4.81 ലക്ഷം മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പറയുന്നത്. പക്ഷേ 2022 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് ഇന്ത്യയിലെ മരണസംഖ്യ സർക്കാർ കണക്കുകളുടെ 10 ഇരട്ടിയോളം വരുമെന്നാണ്. അതായത് 47.4 ലക്ഷം മരണങ്ങൾ കോവിഡ് മൂലം ഇന്ത്യ എന്ന രാജ്യത്തുണ്ടായി എന്ന് പറയുന്നത് ശശി തരൂർ പോലും ഒരു കാലത്ത് ഭാഗമായിരുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ ആരോഗ്യ സംഘടനയാണ്. പക്ഷെ ആ കണക്കുകൾ എങ്ങും ശശി തരൂരിന്റെ ഈ ലേഖനത്തിന്റെ ഒരു ഭാഗത്തും പരാമർശിക്കപ്പെട്ട് നമ്മൾ കാണില്ല. കാരണം ശശി തരൂർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാരിന് ഒരു എക്സ്ട്രാ മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാരിന് എക്സ്ട്രാ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരിനെതിരെ മുൻപ് നടത്തിയ വിമർശനങ്ങൾ ഉൾപ്പെടെ പിൻവലിച്ച് ഇപ്പോൾ ഒരു പുതിയ പുകഴ്ത്തലിന്റെ പാതയിലാണ് തരൂർ മുന്നോട്ട് പോകുന്നത്. തരൂർ ഈ അടുത്ത് ഏതാനും ചില മാസങ്ങളുടെ ഇടവേളയിൽ തന്നെ ഒന്നിലേറെ തവണ നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തുകയുണ്ടായി. ഇടയ്ക്ക് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ട് UK-യുമായുള്ള വ്യാപാര കരാർ പുനഃസ്ഥാപിച്ചതിനെ തരൂർ പുകഴ്ത്തിയിരുന്നു. അതിനു മുമ്പ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഉക്രൈൻ റഷ്യ
യുദ്ധവുമായി ബന്ധപ്പെട്ട നിലപാടിനെ വിമർശിച്ച തൻ്റെ പൂർവ്വ നിലപാട് തള്ളിപ്പറഞ്ഞുകൊണ്ട് തരൂർ ഭീകരമായി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിരുന്നു. ഇന്ത്യയിലേക്ക് അമേരിക്കയിലുള്ള ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങുകളും കാൽ ചങ്ങലകളും അണിയിച്ച് ഇന്ത്യയിലേക്ക് നാട് കടത്തുന്ന അതേ ഘട്ടത്തിൽ തന്നെയായിരുന്നു നരേന്ദ്രമോദി ട്രംപ് സന്ദർശനത്തിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് തരൂർ രംഗത്ത് വന്നത്. അപ്പോൾ തരൂരിന്റെ വിമർശനങ്ങളെല്ലാം വസ്തുതകളിൽ ഊന്നി നിന്നുള്ളതാണ്, അല്ലെങ്കിൽ രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നവയാണ് എന്ന് പറയുക അസാധ്യമാണ്. പകരം തരൂർ ഒരു വഴി വെട്ടുകയാണോ എന്ന സംശയമാണ് ഇവിടെ ജനിക്കുന്നത്. കാര്യം തരൂർ നിരന്തരമായി, പ്രത്യേകിച്ച് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിരന്തരമായി നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നില്ല എന്ന് മാത്രമല്ല, മുൻപ് നടത്തിയ വിമർശനങ്ങൾ ഉൾപ്പെടെ പിൻവലിച്ച് തരൂർ തൻ്റെ ഒരു സാക്ഷ്യപത്രം, അല്ലെങ്കിൽ തൻ്റെ ഒരു തുല്യം ചാർത്തിയ പത്രം ഈ നരേന്ദ്രമോദി സർക്കാരിന് നൽകുന്നുണ്ട്. എന്തായാലും തരൂർ ഒരു വഴിവെട്ടുകയാണോ, BJP-യിലേക്കുള്ള തൻ്റെ പാത തെളിക്കുകയാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് ഈ മോദി സ്തുതികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ കോവിഡ് കാലത്തെ വാക്സിൻ പദ്ധതിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് MP-യുടെ ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തള്ളിയുള്ള പുതിയ ലേഖനം.